നമസ്കാരം. ചക്രവർത്തിമാരും രാജാക്കന്മാരും നാടുവാണപ്പോൾ ഖജനാവിലെ പണമൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാമായിരുന്നു. ജനാധിപത്യത്തിലൂടെ ജനങ്ങൾ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു ജനായത്ത ഭരണമുണ്ടാകുമെന്നും അങ്ങനെ ധൂർത്തും സ്വജനപക്ഷപാതവും ഇല്ലാതാകുമെന്നുമാണ്. ഒളിഞ്ഞും പാത്തുമൊക്കെ അല്പസ്വല്പം പണം അടിച്ചു മാറ്റാൻ എല്ലാ രാഷ്ട്രീയക്കാരും വിരുത് കാട്ടിയിരുന്നു. എന്നാൽ പരസ്യമായി പച്ചയ്ക്ക് പൊതുമുതൽ കാക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം ഈ നാട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പിണറായിയുടെ സർക്കാരാണ്. താൻ രാജാവാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും തൻ്റെ അംഗരക്ഷകരുടെ എണ്ണം ഓരോ ദിവസം കൂട്ടുകയും ചെയ്യുന്ന ഒരു ഭീരുവായ മുഖ്യമന്ത്രി. തൻ്റെ വീടിനു ചുറ്റും നൂറുകണക്കിന് ഹൈ റെസൊല്യൂഷൻ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടും അനേകം പോലീസ് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടും ഭയം മാറാതെ ബോംബ് സ്ക്വാഡടക്കം അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടെ നാട്ടിലെ സിഗ്നലുകൾ വരെ ഓഫാക്കി തമ്പുരാൻ വാഴുകയാണ്. ഏതോ ജ്യോതിഷി പറഞ്ഞു കൊടുത്തതുകൊണ്ട് 45 ലക്ഷം രൂപ മുടക്കിയാണ് തൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ഒരു കന്നുകാലിക്കൂട് പണി തീർത്തത്. ആ കന്നുകാലിക്കൂട്ടിലേക്ക് ലക്ഷങ്ങൾ മുടക്കി കന്നുകാലിയെ എത്തിച്ച ശേഷം അതിന്റെ ചാണകക്കുഴിക്കും ഖജനാവിൽ നിന്നും കട്ടെടുത്തു 3,72,000 രൂപ. കാല് നന്നായി ഉയർത്താൻ കഴിയാത്തതുകൊണ്ട്, ഇരട്ടച്ചങ്കൊക്കെ വാചകത്തിൽ മാത്രമായതുകൊണ്ട് രണ്ടാം നിലയിലേക്ക് കയറാൻ 25 ലക്ഷം രൂപ മുടക്കി ലിഫ്റ്റും പണിതു. ഇപ്പോഴിതാ ഈ തമ്പുരാൻ മതമേലധ്യക്ഷന്മാർക്ക് ക്രിസ്മസിന് വിരുന്നു കൊടുത്തതിന്റെ കണക്ക് പുറത്തേക്ക് വരുന്നു. 16,08,000 രൂപയാണ് പിണറായി വിജയൻ പൗരപ്രമുഖന്മാർക്ക് വിരുന്നു കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ഖജനാവിൽ നിന്ന് എടുത്തു പൊടിച്ചത്. ഒരു വീട് വയ്ക്കാൻ സർക്കാർ കണക്കാക്കിയ 4 ലക്ഷം രൂപ കിട്ടാത്തതിന്റെ പേരിൽ സ്വയം ഒടുങ്ങുന്ന പാവങ്ങളുള്ള നാടാണ്. പെൻഷൻ ഇല്ലാത്തതിന്റെ പേരിൽ മറിയക്കുട്ടിമാർ പിച്ചച്ചട്ടിയെടുക്കുന്ന നാടാണ്. പൗരപ്രമുഖന്മാർക്ക് വിരുന്നു കൊടുക്കാൻ 16 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി. മെത്രാന്മാരടക്കമുള്ള പ്രമുഖന്മാർക്ക് മുറിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പിണറായി വാങ്ങിയ കേക്കിന് മാത്രം ചെലവായത് 1,20,000 രൂപയാണ്. വിരുന്നിൽ പങ്കെടുക്കാൻ പൗരപ്രമുഖന്മാർക്ക് കാർഡ് അടിച്ചു കൊടുത്തതിന് ചെലവിൽ 10,725 രൂപ വകവച്ചിരിക്കുന്നു. ജനുവരി 3 മസ്കറ്റ് ഹോട്ടലിലായിരുന്നു ഈ അത്യപൂർവ വിരുന്ന്. മസ്കറ്റ് ഹോട്ടലിന്റെ വാടകയും മറ്റ് ചെലവുകളും ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓണത്തിന് 9,24,000 രൂപ മുടക്കി 32 വിഭവങ്ങളോടെ ഓണസദ്യ വിളമ്പിയതിന് തുടർച്ചയായാണ് ഏതാണ്ട് ഇരട്ടിയോളം രൂപ മുടക്കിയുള്ള ഈ ക്രിസ്മസ് വരുന്നത്. ഇങ്ങനെ ഉളുപ്പില്ലാത്ത പാവങ്ങളുടെ നികുതി പണമെടുത്ത് ദൂർത്തടിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു ഭരണാധികാരി ഇനി ഒരിക്കലും ഈ നാട്ടിൽ ഉണ്ടാവാതെ പോട്ടെ.